നമസ്കാരം. കൊറോണ വൈറസിൽ നിന്ന് ലോകം മുക്തി നേടി പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച കോവിഡ് മഹാമാരി ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി. 5 വർഷത്തിന് ശേഷം വീണ്ടും മനുഷ്യരാശിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റൊരു വൈറസ് ചൈനയിൽ വ്യാപിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് വ്യാപനം കഴിഞ്ഞ് 5 വർഷം പിന്നിട്ടപ്പോഴാണ് ഈ പുതിയ വൈറസുമായി ചൈന എത്തിയിരിക്കുന്നത്. വൈറസ് ബാധയേറ്റ് നിരവധി മരണം സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കടുത്ത രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട്. എന്നാൽ ചൈനയ്ക്ക് ഇപ്പോഴും ഇതിൽ മൗനമാണ്. ഈ വാർത്തകളൊന്നും അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചൈന ചെയ്യുന്നില്ല. ഹ്യൂമൻ മെറ്റനിമോ വൈറസ് അല്ലെങ്കിൽ HMPV ആണ് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. വൈറസ് അതിവേഗം പടരുന്നതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റു മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ട്. ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞതായും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ വൈറസ് നിരവധി പേരിലേക്ക് പടർന്നു എന്നാണ് നിലവിലുള്ള വിവരം. ഈ വൈറസ് അതിവേഗം വ്യാപിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. കോവിഡിനെ അതിജീവിച്ച് ലോകം ഒന്ന് കരകയറി വരുന്നതേയുള്ളൂ. അപ്പോഴാണ് മറ്റൊരു വൈറസ് ചൈനയിൽ നിന്ന് എത്തുന്നത്. ചൈനയുടെ ഈ വൈറസും ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൈനയ്ക്ക് ഇതിൽ യാതൊരു പ്രതികരണവുമില്ല. ഇൻഫ്ലുവൻസ എ, HMPV, കൊറോണ വൈറസ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം വൈറസുകൾ ചൈനയിൽ നിലവിൽ പ്രചരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആശുപത്രികൾ തിങ്ങി നിറഞ്ഞതായും ചൈനയിലെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും പറയുന്നുണ്ട്. ചൈനയുടെ രോഗവ്യാപന നിയന്ത്രണ അതോറിറ്റി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയതായും പറയുന്നുണ്ട്. കൂടുതൽ വ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും അറിയുന്നു. ഇൻഫ്ലുവൻസയുടെയും കോവിഡ് മഹാമാരിയുടെയും ലക്ഷണങ്ങളാണ് HMPV പ്രകടിപ്പിക്കുന്നത്. വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇനി എന്താണ് ഹ്യൂമൻ മെറ്റനിമോ വൈറസ് അല്ലെങ്കിൽ HMPV എന്ന് ചോദിച്ചാൽ, സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വൈറസാണിത്. ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിലാണ് അപകട സാധ്യത കൂടുതലുള്ളത്. കൊറോണ വൈറസ് പോലെ തന്നെ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തു വരുന്ന ഉമിനീർത്തുള്ളികളിലൂടെയാണ് ഈ വൈറസ് പകരുന്നത്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും മറ്റു മനുഷ്യരിലേക്കും കൊറോണ വൈറസ് വന്നെന്നായിരുന്നു ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് 2021 ചൈന പുറത്തുവിട്ട റിപ്പോർട്ട്. എന്നാൽ അക്കാലത്ത് തന്നെ കോവിഡ് ചൈനയിലെ വുഹാനിലെ വൈറോളജി ലാബിൽ നിന്ന് പുറത്തു വന്ന വൈറസിൽ നിന്നാണെന്ന് US ആരോപണം ഉയർത്തിയിരുന്നു. കൊറോണ വൈറസുകളെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ചുവെന്നായിരുന്നു US മാധ്യമങ്ങൾ അടക്കം ആരോപിച്ചത്. മനുഷ്യനിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം പകരുന്ന വൈറസിനെ കുറിച്ച് 2008 വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പഠനത്തിലും വ്യക്തമാക്കിയിരുന്നു. വൈറസിനെ സജ്ജമാക്കിയതിന് പിന്നാലെ 2020 ചൈനീസ് സൈനിക ഗവേഷകൻ COVID-19 വാക്സിനിലുള്ള പാറ്റന്റിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇയാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിന്നീട് മരിച്ചുവെന്നാണ് കണ്ടെത്തിയത്. മഹാവ്യാധികൾ ലോകത്തിന്റെ തലവര തന്നെ മാറ്റി എഴുതി എന്നതാണ് ചരിത്രം. അധിക കാലമൊന്നുമായില്ല കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് ലോകമാകമനം ജനജീവിതം താറുമാറായത്. കോവിഡിന്റെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ലോകം കരകയറി വരുന്നതേയുള്ളൂ. ഉറ്റവരെയും ഉടയവരെയും എല്ലാം കോവിഡ് കവർന്നെടുത്തിരുന്നു. പലരുടെയും ജീവനും ജീവിതവും എല്ലാം കോവിഡ് കൊണ്ടുപോയി. ഇതാ മറ്റൊരു മഹാമാരി പടിക്കലെത്തിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.